സാക്ഷാൽ MT വർണ്ണിച്ചെഴുതിയ രണ്ടാമൂഴം, മലയാളത്തിൻ്റെ സ്വന്തം രണ്ടാമൂഴം. പാണ്ഡവരുടെ ശക്തി കേന്ദ്രവും രാജാവാകാൻ ഏറ്റവും അനുയോജ്യനുമായിരുന്നിട്ട് കൂടി യുധിഷ്ഠിരന് വേണ്ടി രണ്ടാമൂഴക്കാരനായി, അർജുനന് വേണ്ടി രണ്ടാമൂഴക്കാരനായി. മഹാഭാരതത്തെ കണ്ടും കേട്ടുമറിഞ്ഞ ദൈവസങ്കല്പങ്ങളിൽ നിന്നും മനുഷ്യഗുണമുള്ള കഥയാക്കി മാറ്റിയ സാക്ഷാൽ MTയുടെ സൃഷ്ടി. യുദ്ധനീതികൾ വിശദീകരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അനീതികളും വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട് രണ്ടാമൂഴത്തിൽ. അതിലെടുത്ത് പറയേണ്ടതാണ് ഭീമപുത്രനായ ഘടോത്കചൻ്റെ മരണം. കർണൻ അർജുനന് വേണ്ടി കരുതി വെച്ചിട്ടുള്ള അവസാനത്തെ ആയുധം ഘടോത്കചനാൽ തീർന്നു എന്നത് സന്തോഷത്തോടെ പറയുന്ന കൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് തികച്ചും അനീതി കലർന്ന ഒരു യുദ്ധതന്ത്രം നമുക്ക് ഓരോരുത്തർക്കും വായിച്ചറിയാവുന്നതാണ്. യുധിഷ്ഠിരന്റെ കഴിവില്ലായ്മയും ദുര്യോധനന്റെ അത്യാഗ്രഹവും തീർക്കുന്ന കുതന്ത്രത്തിന്റെ വലയത്തിൽ നീണ്ടുപോകുന്ന പാണ്ഡവരുടെ കഥ, പ്രകൃതിയെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച്, യുദ്ധതന്ത്രങ്ങളെപ്പറ്റി, അങ്ങനെ വരുന്ന ഒരുപാട് നാശനഷ്ടങ്ങളെപ്പറ്റി, ജീവിതങ്ങളെപ്പറ്റി, സങ്കടങ്ങളെപ്പറ്റി, സന്തോഷങ്ങളെപ്പറ്റി, ഒറ്റപ്പെടലിനെപ്പറ്റി, അങ്ങനെ ഒരുപാട് വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ടാമൂഴം 1984 രചിക്കപ്പെട്ടതാണ്. കൊല്ലുന്നവനെന്നും മരിക്കുന്നവനെന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നശിക്കാതെ നിൽക്കുന്നുണ്ട് ആത്മാവ്. ദേഹിയുടെ വസ്ത്രം മാറ്റലാണ് മരണം. രണ്ടാമൂഴം നിങ്ങളിൽ ഓരോരുത്തരിലും വേരൂന്നി ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.